ഹായ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഹെഡ് ലോക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അതായത് സാധാരണ ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് ഹെഡ് ലോക്ക് ചെയ്യാറുണ്ട്. ഹെഡ് ലോക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ നെക്കുള്ളിൽ കവറാകുന്ന പോലെ ഇങ്ങനെ ചെയ്യലാണ്. നല്ലോണം ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ബ്രീത്ത് പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത്തരം സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ക്വിക്കായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് വളരെ ക്വിക്കായിട്ടാണ് നമ്മൾ ഡിഫെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം എന്നെ ഇയാളൊന്ന് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇയാളും ചെയ്യാം. ഇങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ബ്രീത്ത് പോകും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിടിച്ചോ. ഈ സമയത്ത് നമുക്ക് കൈയൊക്കെ ഓപ്പണാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാധാരണ ഞാൻ പറയാറുണ്ട്, ഗ്രോയിനിലോട്ട് അടിക്കാം. സ്പീഡിൽ ഗ്രോയിനിലോട്ട് അടിച്ചാൽ മതി. ഈ കൈ കൊണ്ട് നമുക്ക് ഗ്രോയിനിലടിക്കാൻ പറ്റും. ലെഫ്റ്റും റൈറ്റും പോസിബിളാണ്. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. നല്ല ടൈറ്റിൽ പെട്ടെന്ന് പിടിച്ചാൽ സ്പീഡിൽ ഗ്രോയിനിൽ ഇതുപോലെ അടിക്കാൻ പറ്റും. അതല്ലാത്തൊരു ടെക്നിക്ക് കൂടിയുണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഞാൻ ഇയാളൊന്ന് ചെയ്യട്ടെ. ഗ്രോയിനിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ചാണ് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇയാളുടെ കൈ ഒരടി കൊള്ളുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം ടച്ച് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് 100% പോകും. അപ്പോൾ നമുക്ക് കുറേ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം അടിച്ചത് ഇൻ കേസ് ഒന്ന് മിസ്സായാലും അടുത്ത് കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത്തരം സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഡിഫൻസാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആൾ വന്നിട്ട് ഹെഡ് ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താണ്. ഈ സമയത്ത് ആൾ താഴെ വീഴും. ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടി സ്ലോ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നെക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് മൂവ് ചെയ്താൽ മതി. ഇനി ഈ കാല് പൊക്കിയാൽ മതി. ഇദ്ദേഹത്തെ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ലോക്ക് ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തത് ഹെഡ് ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങൾ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.